पास्टर जॉन थॉमस, पास्टर केपी जॉर्ज और जितने प्रभु के दास लोग यहाँ हैं, उन सबको मैं अपना नमस्कार प्रस्तुत करता हूं और कुछ क्षणों में जल्दी से आपके साथ प्रभु के वचन को बांटना എത്ര चाहूंगा। പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? आप में से कितने लोग खुश हैं? സന്തോഷമുള്ളവരെ ഒന്നും കൂടെ ഹല്ലേലൂയ जो लोग खुश हैं हाथ उठा के हालेलुया बोलें। ഹല്ലേലൂയ പറയുന്നതിന് പരിമിതിപ്പെടണ്ട. और हालेलुया बोलने में कमी ना करें। ഇന്ന് രാത്രിയിലെ ഈ മെസ്സേജിന്റെ തീം എന്ന് പറയുന്നത് എഴുന്നേറ്റ് പ്രകാശിക്കുക, നമ്മുടെ പ്രകാശം വന്നിരിക്കുകയാണ്. और इस संदेश का जो विषय वो यही है कि उठ प्रकाशमान हो, तेरा प्रकाश आ पहुंचा है। എഴുന്നേറ്റ് പ്രകാശിക്കുന്ന ഭക്തനോട് പരിശുദ്ധാത്മാവ് അവിടെ പറയുന്ന ആഴമായ ഒരു ദൂതുണ്ട്. ആ ദൂതിൽ ഇപ്രകാരം അതിന്റെ 5-ാം വാക്യത്തിൽ കൊണ്ടിരിക്കുന്നു, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും. और यहाँ पर जो प्रकाशमान होने के बारे में जो संदेश बताया गया है वो ये है कि जो प्रकाशमान होता है कि उसका हृदय तैयार होने पाए। ഇത്രയും പറഞ്ഞിട്ട് മുഖത്തിന് സന്തോഷമില്ല. और इतना आप जो बोलने के बाद भी अगर आप खुश नहीं है ഇതിന്റെ क्या? തീം അനുസരിച്ച് ഇത്രയും സന്തോഷം മുഖത്ത് പോരാ. और अगर आप इस थीम को समझते हैं तो और आनंदित हो जाएं। ആ കൈകളൊന്ന് തട്ടി ദൈവത്തിന് ഒരു മഹത്വം കൊടുത്തേ. तालियों को बजाते हुए प्रभु का धन्यवाद करें। ശക്തിയോടെ കരങ്ങൾ തട്ടി ദൈവത്തിന് ഒരു तालियों മഹത്വം को കൊടുക്കുക. बजाते हुए प्रभु का धन्यवाद करें। ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നിട്ടുള്ളത് കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം. क्योंकि परमेश्वर की उपस्थिति हमारे बीच में, उसके लिए प्रभु का धन्यवाद करें। വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 24 മുതലുള്ള വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു. और लूका रचित सुसमाचार उसका 5वां अध्याय उसकी 24वीं आयत से हम इस प्रकार पढ़ते हैं। ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വേദഭാഗം ഒന്ന് വായിക്കണമേ. परंतु इसलिए कि तुम जानो कि मनुष्य के पुत्र को पृथ्वी पर पाप क्षमा करने का भी अधिकार है। उसने उस लकवे के रोगी से कहा, मैं तुझसे कहता हूं, उठ और अपनी खाट उठाकर अपने घर चला जा। वह तुरंत उनके सामने उठा और जिस पर वह पड़ा था उसे उठाकर परमेश्वर की बड़ाई करते हुए अपने घर चला गया। तब सब चकित हुए और परमेश्वर की बड़ाई करने लगे और बहुत डर कर कहने लगे, आज हमने अनोखी बातें देखी हैं। ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ സന്ദേശം ഇതാണ്. और आज परमेश्वर की आत्मा ने जो मुझे संदेश दिया है, ദൈവം ചില അപൂർവ കാര്യം ഇവിടെ ചെയ്യാൻ പോകുക. परमेश्वर कुछ अचंभे कार्य यहाँ करने जा रहा है। അപൂർവ കാര്യം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? जिस बात की हम अपेक्षा भी नहीं रखते, ऐसा काम परमेश्वर मेरे जीवन में करेगा, कितने लोग विश्वास करते हैं? വേറൊരാൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ഈ രാത്രി എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. और किसी के लिए प्रभु ने ना किया हो लेकिन मेरे लिए परमेश्वर करेगा, ये विश्वास करें। 2019 11 മാസവും ചെയ്യാത്ത കാര്യം ഈ 12ാം മാസത്തിൽ നിനക്ക് വേണ്ടി, നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ചെയ്യാൻ പോകുക. पर मैं ऐसा काम परमेश्वर मेरे जीवन में करेगा, कितने लोग विश्वास करते हैं? വേറൊരാൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ഈ രാത്രി എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. और किसी के लिए प्रभु ने ना किया हो लेकिन मेरे लिए परमेश्वर करेगा, ये विश्वास करें। 2019 11 മാസവും ചെയ്യാത്ത കാര്യം ഈ 12ാം മാസത്തിൽ നിനക്ക് വേണ്ടി, നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരം തട്ടി എന്റെ യേശുവിന് മഹത്വം കൊടുക്കട്ടെ. 2019 के 11 महीने में शायद आपने उस काम को ना देखा होगा, लेकिन इस 12वें महीने में परमेश्वर उसे करने में सक्षम है, उसके लिए प्रभु का धन्यवाद करें। ലോകത്തിന് വേണ്ടി പാടിക്കൊണ്ടിരുന്ന ഇമ്മാനുവേൽ ഹെൻറിയെ യേശുവിന് വേണ്ടി പാടുവാൻ ദൈവം ഈ തലമുറയിൽ ഉപയോഗിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ഒരപൂർവ കാര്യത്തെ യേശു ചെയ്യുമെന്ന്, അല്ല നിന്റെ തലമുറയെ കൊണ്ട് ഒരപൂർവ കാര്യം ചെയ്യിക്കുമെന്ന് വിശ്വസിക്കുവാൻ യഥാർത്ഥ കഴിയും. और दुनिया के लिए गाने वाले इमानुएल हेनरी को अगर परमेश्वर अपने लिए गाने के लिए तैयार कर सकता है तो क्यों ना प्रभु आपके जीवन में एक ऐसा काम करे जो आज तक आपने ना देखा हो। മനുഷ്യൻ എന്നുള്ള നിലയിൽ പലപ്പോഴും യേശു കർത്താവ് തന്റെ മനുഷ്യത്വത്തിൽ പലതും ചെയ്തിട്ടുണ്ട്. और मनुष्य रूप में परमेश्वर जब मनुष्य रूप को धारण किए हुआ था, यीशु ने बहुत कामों को किया। യേശു ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്ന് കരഞ്ഞതായിട്ട് നമ്മൾ और കാണുന്നുണ്ട്. प्रभु यीशु लाजर के उसके कब्रिस्तान के पास जाकर रोया। യേശുവിന് വിശന്നപ്പോൾ അവൻ അത്തിയെ നോക്കി എന്ന ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. और जब प्रभु को भूख लगी तो उसने उस अंजीर
के पेड़ की तरफ देखा ഒരു വിധവയുടെ മകനെ കണ്ട് അവൻ മനസ്സലിഞ്ഞതായിട്ട് और വചനത്തിൽ एक विधवा വായിക്കുന്നുണ്ട്. के बेटे को मरा हुआ देखकर उसको दुख हुआ। എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, അതെല്ലാം സാധാരണ നിലയിലാണെങ്കിൽ അതിനപ്പുറത്ത് ഒരപൂർവ കാര്യം ചെയ്യുന്ന യേശുവിനെ അത്രേ വിശുദ്ധ ലൂക്കാസ് വിളിച്ചു പറയുന്നത്. और उस बात को आप समझ ले कि उससे भी बढ़कर एक प्रभु यीशु को उससे भी बढ़कर अचंभे काम करने वाले के बारे में लूका कहता है। ഈ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രവർത്തികളുടെ അപൂർവത പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുക. और प्रभु यीशु के सुसमाचार में, इस लूका के सुसमाचार में यीशु के अचंभे कार्यों को यहाँ दर्शाया गया है। ദൈവത്തിന്റെ മഹത്വത്തെ അറിഞ്ഞ് അടുത്തറിഞ്ഞ മോശയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ചെങ്കടലിന്റെ മുമ്പിലെത്തിയപ്പോൾ താൻ ഭയന്ന് ആമേൻ എല്ലാവരെക്കാൾ ഭയപ്പെട്ട് കരയുവാൻ തുടങ്ങി. परमेश्वर की महिमा देखे हुए मूसा के बारे में हम पढ़ते हैं, जब वो लाल समुद्र के सामने पहुंचा उसको देखकर वो भयभीत होकर रोने लगा। ജനം നിലവിളിക്കുന്നു, തനിക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്നു. അവിടെ മോശയും നിലവിളിച്ചുകൊണ്ട് നിൽക്കുക. उसके लोग उसके खिलाफ कुड़कुड़ाने लगे, उससे गुस्सा होने लगे और वहां पर मूसा रो रहा ഉടനെ है। മോശ ചെയ്ത ദൈവത്തിന്റെ മുമ്പിൽ അവൻ നിലത്ത് വീഴുവാൻ, നെടുമ്പാഴ് വീഴുവാൻ തുടങ്ങി. और वहां पर मूसा ने क्या किया? परमेश्वर के सामने वो उस जमीन पर गिर गया। ദൈവം മോശയോട് പറയുന്ന ഒരു വാക്കുണ്ട്, നീ എന്റെ സന്നിധിയിൽ ഇങ്ങനെ വീണ് കിടക്കുന്നത് എന്തിന്? എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി അല്ല നിന്റെ ജനത്തിന് വേണ്ടി ഒരപൂർവ കാര്യം ചെയ്യാൻ और പോകുകയാണ്. परमेश्वर मूसा से कहता है कि तू मेरे सामने इस प्रकार गिरा क्यों हुआ है? तू खड़ा हो जा, तू खड़ा हो जा, मैं तेरे लिए और तेरे लोगों के लिए एक अचंभा कार्य करने जा रहा നിന്റെ हूं। മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വഴികൾ, നിന്റെ മുമ്പിൽ തുറക്കാത്ത വഴികൾ, നിനക്ക് പരിഹരിപ്പാൻ കഴിയാത്ത വിഷയങ്ങൾ, നിനക്ക് ഒരു പടി മുൻപോട്ട് വയ്ക്കുവാൻ കഴിയാതെ നീ ഭാരപ്പെടുന്ന വിഷയമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഒരപൂർവ കാര്യം, ഒരപൂർവ കാര്യം മിസ്രൈമിൽ കണ്ടിട്ടില്ലാത്ത, 10 അത്ഭുതങ്ങളിൽ കണ്ടിട്ടില്ലാത്ത ഒരപൂർവ കാര്യം ഈ മരുയാത്രയിൽ നിനക്ക് വേണ്ടി അവൻ കരുതി വെച്ചിട്ടുണ്ട്. अगर आपके लिए कोई दरवाजा बंद है, आपके लिए कोई मार्ग बंद हो रखा है, तो परमेश्वर इस प्रकार याद दिलाता है एक आश्चर्य कर्म परमेश्वर ने जिस प्रकार मिस्र में उसके लोगों के लिए किया वैसे आपके लिए भी करेगा। അതുകൊണ്ടത്രേ മോശ ജനത്തോട് വിളിച്ചു പറഞ്ഞത്, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. और इसीलिए मूसा ने उन लोगों से कहा कि परमेश्वर जो तुम्हारे लिए करने जा रहा है आकर उसे देख लो। ഈ രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ഇതുവരെയും ചെയ്യാത്ത, ഇതുവരെയും നടന്നിട്ടില്ലാത്ത, ഇതുവരെയും തുറന്നിട്ടില്ലാത്ത, ഇതുവരെയും നീ കണ്ടിട്ടില്ലാത്ത ഒരത്ഭുതം പരിശുദ്ധാത്മാവ് നിന്നിലൂടെ ചെയ്യിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവർ അവന്റെ മഹത്വത്തെ കാണുന്ന ദിനങ്ങൾ വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുകയാണ്. और आज शाम को आत्मा में मैं घोषणा करना चाहता हूं कि जिस प्रकार आपने आज तक देखा ना हो, जैसा आपने महसूस ना किया हो, परमेश्वर आपके जीवन में और आपके द्वारा आश्चर्य कर्म को करने जा रहा है। ഡൽഹി സ്റ്റേറ്റിനോട് ഈ 25ാമത് ആനിവേഴ്സറിയിൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ചില അപൂർവ പ്രവൃത്തി പരിശുദ്ധാത്മാവ് വരും വർഷങ്ങളിൽ ഈ സ്റ്റേറ്റിനെ കൊണ്ട് ചെയ്യിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. आईपीसी दिल्ली स्टेट की इस 25वीं साल के इस कन्वेंशन में मैं बताने पाऊं कि जितना 25 साल में नहीं देखा, आने वाले साल में एक आश्चर्य कर्म हम देखने जा रहे हैं। 5 രാജാക്കന്മാർ യോശുവായ്ക്കെതിരെ ജനത്തിനെതിരെ അണിനിരന്നിരിക്കുക. और 5 राजा जो हैं यहोशू के खिलाफ उन्होंने चाल चली है। അമോന്യ രാജാക്കന്മാരുടെ ശക്തി തിരിച്ചറിഞ്ഞ യോശുവായ്ക്ക് മനസ്സിലായി ഇനി അടുത്ത ചവിട്ടടി മുൻപോട്ട് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. अमोन के जो राजा हैं उनकी ताकत को समझने के बाद यहोशू को समझ आ गया अब एक एक कदम बढ़ाना मुश्किल തന്റെ है। കൂടെയുള്ള ജനത്തിന്റെ ശക്തിയുമായി മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് തനിക്ക് ഉറപ്പായി. अपने लोगों की शक्ति के साथ मैं आगे नहीं बढ़ पाऊंगा वो समझ चुका है। എന്നാൽ അന്ന് യോശുവ ആകാശത്തിലേക്ക് നോക്കി ആ യുദ്ധത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ സഹായം ചോദിച്ചിട്ട് ഒരപൂർവ കാര്യം ഇതുവരെ ഇസ്രായേലിൽ ആരും ചെയ്യാത്തൊരു കാര്യം സൂര്യനെ നോക്കി പറഞ്ഞു, സൂര്യ നീ ഗിബെയോനിൽ
സൂര്യനും ചന്ദ്ര നീ അയ്യരാൻ താഴ്വരയിലും നിൽക്കുക. और यहोशू ने उस दिन इस प्रकार परमेश्वर की तरफ देखा और परमेश्वर के द्वारा एक आश्चर्य कर्म को उसने बोला कि सूर्य तू वहीं रुक जा और चंद्रमा तू वहीं रुक जा. തിരുവചനം പറയുന്നു ആ ദിവസം പോലൊരു ദിവസം അതിനു മുൻപുണ്ടായിട്ടില്ല, അതിന് പിൻപുണ്ടായിട്ടില്ല. और परमेश्वर का वचन बताता है कि उस दिन के समान ना पहले कभी हुआ था ना कभी हुआ ഇന്ന് है. രാത്രി ഒരു അപൂർവ കാര്യം ആരും ചെയ്യാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നിന്റെ ആയുസ്സിൽ നടന്നിട്ടില്ലാത്ത ഒരത്ഭുതം ചെയ്യിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് അഭിഷക്തന്മാരെ വിശ്വസിപ്പാൻ തയ്യാറാണോ? ഹല്ലേലൂയ. आज शाम को आप क्या ये विश्वास करने के लिए तैयार हैं? जैसा आश्चर्य कर्म आपने नहीं देखा है वैसा परमेश्वर आपके जीवन में करने जा रहा है. സംഭവിച്ച അത്ഭുതം ഈ തലമുറയിൽ ഈ പട്ടണത്തിൽ ദൈവം ചെയ്യുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു और പറയുകയാണ്. गिबेयोन में जिस प्रकार का आश्चर्य कर्म हुआ इस पीढ़ी में इस देश में हम देखने जा रहे हैं. ഹല്ലേലൂയ. हालेलुया ഹല്ലേലൂയ. हालेलुया. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 3 അപൂർവ കാര്യങ്ങളാണ് और രേഖപ്പെടുത്തിയിരിക്കുന്നത്. लूका रचित सुसमाचार उसके 5वें अध्याय में 3 आश्चर्य कर्मों को हम देखते हैं. ഒന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത ഒരു പറ്റം ജനം. पहला कि एक ऐसा झुंड जिन्होंने पूरी रात मेहनत की लेकिन उन्हें कुछ नहीं मिला. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ ഒഴിഞ്ഞ വലയും ആമേൻ ഒഴിഞ്ഞ പടകും ശൂന്യമായ ഹൃദയവുമായി തലകുനിച്ചു നിൽക്കുന്ന ഒരു പറ്റം ജനം. 1 से लेकर 11वीं आयत में हम देखते हैं कि एक ऐसा झुंड है जिनके पास एक खाली नाव है, उनके पास एक खाली जाल है, शून्यता का एक अनुभव है. എന്റെ കർത്താവ് അവരെ അങ്ങനെ മടക്കി അയക്കുകയല്ല ചെയ്തത്. लेकिन मेरे प्रभु ने उनको उसी प्रकार खाली नहीं भेज दिया. ഇതുവരെ ചെയ്യാത്തൊരു അപൂർവ കാര്യം അന്ന് എന്റെ യേശു അവരുടെ പടകിൽ അല്ല അവരുടെ ജീവിതത്തിൽ അവരുടെ വലകടമേൽ നിറച്ചു ചെയ്യുവാനിടയായി. लेकिन उस दिन प्रभु ने उनके जीवन में एक ऐसा आश्चर्य कर्म किया जैसा उन्होंने आज तक नहीं देखा था. उनकी नावें उनकी जाल मछलियों से भर गए. ആ 12-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ട കവിണ്ണു വീഴുന്ന ഭാഗമാണ് और രേഖപ്പെടുത്തിയിരിക്കുന്നത്. 12 से 16वीं आयत में हम देखते हैं कि किस प्रकार कोढ़ी यीशु के सामने आ बैठते हैं. ജീവിതത്തിൽ അടുത്തു വരുവാൻ അനുവദിക്കപ്പെടാത്ത ഒരു പറ്റം ജനമാണ് കുഷ്ഠരോഗികൾ. और कोढ़ी इस प्रकार के लोग होते हैं जो दुनिया के साथ लोगों के साथ वो मिलजुल नहीं सकते. സകല വിധത്തിലും ഒറ്റപ്പെട്ട് കഴിയേണ്ടവരാണ് കുഷ്ഠരോഗികൾ. हर एक तरीके से उनको बहुत अलग रूप से रखा जाता है. ഇന്ന് രാത്രി യേശു കർത്താവ് ഇവിടെ വന്നിരിക്കുന്നത് അടുക്കുവാൻ യോഗ്യതയില്ലാത്ത അകന്നു നിൽക്കേണ്ട നിന്നെ അവൻ അടുപ്പിക്കുക മാത്രമല്ല അവനെ ആരാധിക്കുവാൻ അവനെ സ്തുതിക്കുവാൻ അവൻ യോഗ്യരാക്കി എന്ന് ബോധ്യമുള്ളവർ അവന് സ്തോത്രം ചെയ്യട്ടെ. और आज परमेश्वर आपसे ये कहता है कि आप जो अलग हैं छुपाए हुए हैं वैसे नहीं, वो आपको अपने करीब लाएगा और उसकी आराधना करने के लिए और उसकी सेवा करने के लिए इस्तेमाल करेगा. ഹല്ലേലൂയ. हालेलुया. അടുത്ത നമ്മൾ കാണുന്നത് അതിന്റെ ഏറ്റവും ഒടുവിൽ 17-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ പക്ഷപാതം പിടിച്ചൊരു മനുഷ്യനെ യേശുവിന്റെ അടുക്കിലേക്ക് ചുമന്നുകൊണ്ട് വരികയാണ്. और 17वीं आयत से जब हम आगे देखते हैं तो हम समझते हैं कि एक लकवे के रोगी को यीशु के पास लाते हैं. ഈ മനുഷ്യനെ ചുമക്കുന്ന നാലാളുകൾ യേശുവിന്റെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. और जो इस लकवे के रोगी को 4 लोग जो हैं उसको उठाकर यीशु के करीब ला रहे हैं. നിസ്സഹായതയുടെ നടുവിൽ നിൽക്കുന്ന മനുഷ്യൻ, और एक ऐसा व्यक्ति जिसके पास कोई सहायता नहीं, സാധ്യതകളെല്ലാം അസ്തമിച്ച മനുഷ്യൻ, संभव जो उसके लिए जो कार्य था वो सब बंद हो പ്രതീക്ഷകൾ चुका മുഴുവൻ था, അസ്തമിച്ച മനുഷ്യൻ. उसकी सारी आशाएं खत्म हो चुकी थी. എന്നാൽ അവന്റെ ജീവിതത്തിൽ യേശു ഒരപൂർവ കാര്യം ചെയ്തതായി ഈ തിരുവചനം നമ്മെ लेकिन പഠിപ്പിക്കുന്നു. प्रभु का वचन बताता है कि उसके जीवन में भी प्रभु ने एक आश्चर्य कर्म किया. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, और मुझे सुनने वाले प्रभु के जन, ഒരു കാര്യം ഞാൻ ആത്മാവിൽ ഉറപ്പിച്ചു പറയാം. आत्मा में मैं आपको एक बात बताऊं. ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളും നിനക്കെതിരായി തീരുമ്പോൾ, हो सकता है कि दुनिया की सारी बातें आपके खिलाफ हो എല്ലാ जाएं, പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ, आपकी सारी आशाएं डूब जाएं. മുൻപോട്ട് പോകാൻ ഒരു വഴിയുമില്ല എന്ന് നീ हो വിചാരിക്കുമ്പോൾ, सकता है कि आगे बढ़ने के लिए अब कोई रास्ता नहीं നിന്നെ है. സഹായിപ്പാൻ
അവന്റെ തൃക്കരം ഇറങ്ങി വരും. और लेकिन आपको बस सहायता करने के लिए उसका हाथ खुद अगुवाई करेगा. രോഗം നിമിത്തം മടുത്തവരുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാ, നിനക്ക് വേണ്ടി അത്ഭുത രോഗശാന്തി തരുന്ന യേശുവത്രേ നാം ആരാധിക്കുന്ന കർത്താവ്. अगर रोग से पीड़ित हैं आप, तो मैं आपको बता दूं, परमेश्वर आपको चंगाई देता है. ഏത് ജീവിതത്തിന്റെ വഴിത്തലയ്ക്കലും വഴിമുട്ടി മുൻപോട്ട് പോകാൻ കഴിയാതെ നീ ഭാരപ്പെടുമ്പോൾ അവന്റെ സ്നേഹത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് വിടുവിക്കുന്ന കരമാണ്. और किसी भी अवस्था में होकर क्यों ना आप गुजर रहे हो, लेकिन उस अवस्था में परमेश्वर अपने हाथ को बढ़ाकर आपको छुटकारा प्रदान करेगा. ദൈവത്തിന്റെ നിയോഗത്തെ തിരിച്ചറിയാൻ ഈ തലമുറയിൽ ദൈവജനം തയ്യാറായി തീരണം. और परमेश्वर की योजना को समझने के लिए इस पीढ़ी के लोग तैयार हो जाएं. ആത്മാവിന്റെ നിയോഗത്തെ തിരിച്ചറിയാൻ ഈ തലമുറയിൽ ജനം തയ്യാറായി തീരണം. और जो आत्मा की योजना है उसको समझने के लिए प्रभु के जन तैयार हो जाएं. ഞാനിങ്ങനെ പറയാറുണ്ട്, നിയോഗം മാത്രം അറിഞ്ഞാൽ പോരാ, വില കൂടെ തിരിച്ചറിയാനുള്ള കൃപ പ്രാപിക്കണം. केवल उसकी योजना को ही समझना काफी नहीं है, लेकिन उसके डांट को भी समझना है. പരിശുദ്ധാത്മാവ് നിയോഗിക്കുക മാത്രമല്ല, നോ എന്ന് പറയുന്ന ചില മണിക്കൂറുണ്ട്. അത് കേൾക്കാൻ അവന്റെ മുന്നിൽ മുട്ടുമടക്കാൻ കഴിയുന്ന ഒരു അഭിഷക്തനായി തീരണം. परमेश्वर की आत्मा केवल अपनी इच्छा को ही नहीं बताती, लेकिन वो मना भी करती है. परमेश्वर की आत्मा जब मना करे, उसको समझने वाले भी हम हो जाएं. ഇന്ന് രാത്രി കർത്താവേ, ഞാനിത് തിരുസന്നിധിയിൽ വരുന്നു എന്ന് പറഞ്ഞ് അവന്റെ പാദപീഠത്തിങ്കിൽ ആരടുക്കുന്നു അവർക്ക് വേണ്ടി അവൻ തന്റെ തൃക്കരം നീട്ടുവാൻ കഴിവുള്ള इस शाम കർത്താവാണ്. को जो कहने को तैयार है कि परमेश्वर मैं तेरे करीब आता हूं, और जो ऐसा कहता है परमेश्वर उसके लिए अपने हाथ को बढ़ाएगा. യേശു കർത്താവ് മനുഷ്യന്റെ അടുത്ത് വന്ന് പറയുകയാണ്, കിടക്ക എടുത്ത് നടക്ക. അവൻ എടുത്തു നടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ കരഞ്ഞുകൊണ്ട് അവൻ തന്റെ വീട്ടിലേക്ക് പോയി. परमेश्वर का वचन इस प्रकार बताता है कि उस प्रभु ने उससे कहा कि तू उठ और अपनी खाट उठाकर अपने घर चला जा. वो उठा और वो आगे बढ़ने लगा. എല്ലാവരും കണ്ട് വിസ്മയിച്ചു. और जिन्होंने भी देखा वो अचंभित हो गए. ഇന്ന് രാത്രിയിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നത് കാണത്തക്ക രീതിയിൽ ഒരു അത്ഭുതമായിരിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? जो परमेश्वर आपके लिए करने जा रहा है वो सबको चकित कर देगा. ये कितने लोग विश्वास करते हैं? ദൈവം കാണത്തക്ക രീതിയിൽ ഒരു അത്ഭുതം എനിക്ക് വേണ്ടി ചെയ്യും. परमेश्वर के आश्चर्य कर्म को लोग देखने पाएंगे, ऐसा प्रभु मेरे लिए करेगा. कितने लोग विश्वास करते ഇന്ന് हैं? രാത്രി ആ മഹത്വത്തിന്റെ കരത്തെ ഞാൻ കാണുമെന്ന് എത്ര പേര് प्रभु വിശ്വസിക്കുന്നുണ്ട്? के उस महिमामय हाथ को मैं देखने जा रहा हूं. कितने लोग विश्वास करते हैं? ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. मैं जल्दी समाप्त करना चाहूंगा. സമയത്തെ ഞാൻ ഭയപ്പെടുന്നതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, അവൻ നിനക്ക് വേണ്ടി ഒരു അപൂർവ കാര്യം ചെയ്യാൻ मैं പോകുന്നു. एक बार फिर से आपको याद दिला दूं, वो आपके लिए एक आश्चर्य कर्म करने जा നിന്നെ रहा है. മാറിയ മധുരമാക്കുവാൻ അവന് പദ്ധതിയുണ്ട്. और वो आपके कड़वाहट को मीठेपन की अवस्था में ले आएगा. നിന്റെ വിലാപത്തെ നൃത്തമാക്കുവാൻ അവന് പദ്ധതിയുണ്ട്. और आपका जो रोना है उसको वो नृत्य में बदल देगा. നിന്റെ രട്ടിനെ അഴിച്ചവൻ സന്തോഷം ഉടിപ്പിക്കുവാൻ അവൻ കഴിവുള്ള ദൈവമാണ്. और आपका जो दुख है उसको वो हटाकर वो आपको आनंद में बदल देगा. ഹല്ലേലൂയ. हालेलुया. ദൈവാത്മാവിന്റെ നിയോഗത്തെ അനുസരിക്കാതെ ഇരുന്നാൽ ഒരു വലിയ കുഴപ്പമുണ്ട് കേട്ടോ. परमेश्वर के आत्मा की योजना को, इच्छा को अगर हम नहीं मानते तो एक गड़बड़ी हो सकती है. ഈ ആത്മനിയോഗം എന്ന് പറയുന്ന കേവലം അന്യഭാഷ പറഞ്ഞുള്ള കാര്യം മാത്രമല്ല, അഭിഷക്തന്മാരുടെ വിലക്കിനെ കൂടെ തിരിച്ചറിയാൻ അനുസരണത്തിന്റെ ആത്മാവിനെ പ്രാപിക്കണം. आत्मा की इच्छा, आत्मा की अगुवाई कहना केवल यूं ही नहीं है, लेकिन जो अभिषिक्त है वो परमेश्वर के आत्मा की डांट को भी समझने पाए. നമുക്കറിയാം, നിയോഗത്തെ അനുസരിക്കാതെ പോയ ഉസിയാവിനെ സ്വർഗത്തിലെ ദൈവം രംഗത്ത് നിന്ന് മാറ്റിക്കളഞ്ഞു. और हम जानते हैं कि किस प्रकार जब आत्मा परमेश्वर ने उज्जियाह राजा को बताया, उसने उस बात की आज्ञा नहीं मानी, उसको वहां से हटा दिया गया. 80 പുരോഹിതന്മാരുടെ വിലക്കിനെയാണ് അവൻ അനുസരിക്കാതെ പോയത്. और 80 याजकों ने उस बात को उसको पहुंचाया था. 80 പുരോഹിതന്മാർ ഒരുപോലെ വിലക്കിയിട്ടും വിലക്കനുസരിക്കാതെ പോയവനെ രംഗത്ത് നിന്ന് മാറ്റാൻ
സ്വർഗത്തിലെ ദൈവത്തിന് ഒരു സെക്കൻഡ് और മതിയായിരുന്നു. 80 पुरोहित ने तक वो संदेश उस तक पहुंचाया, लेकिन उसने माना नहीं. परमेश्वर को केवल कुछ क्षण लगे उसको हटाने के लिए. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവത്തെ അനുസരിക്കുക, അവന്റെ വചനത്തിന് കീഴടങ്ങുക, ആത്മാവിന് വിധേയപ്പെടുക, അവൻ നിനക്കായി അപൂർവ കാര്യങ്ങളെ ചെയ്യും. पवित्र आत्मा में भरकर मैं कहने पाऊं कि परमेश्वर के वचन को सुनकर उसकी योजनाओं में चलकर आज्ञाकारिता के साथ आगे बढ़े, परमेश्वर के आश्चर्य कर्म को हम देखेंगे. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. अपनी आंखों को बंद करेंगे, हम प्रार्थना करेंगे എല്ലാവരും സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക. और अपने आप को प्रभु के सामने समर्पित करें. കർത്താവേ, ഇന്ന് രാത്രി ഒരു അപൂർവ കാര്യത്തിനായി ഇതാ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. परमेश्वर इस रात एक आश्चर्य कर्म के लिए मैं अपने आप को समर्पित करता എന്റെ हूं. ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറയുടെ മേൽ, എന്റെ ഭാവിയുടെ മേൽ ഒരു അത്ഭുതം ചെയ്യുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मेरे जीवन के ऊपर, मेरे परिवार के ऊपर, अगली पीढ़ी के ऊपर प्रभु एक आश्चर्य कर्म को आप करेंगे, ये मेरा विश्वास है. എല്ലാവരും കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കട്ടെ. हर एक व्यक्ति अपने हाथों को स्वर्ग की तरफ उठाए ഒരു ദൈവ സാന്നിധ്യം അനുഭവിച്ചു പോകാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. और परमेश्वर की उपस्थिति को हम महसूस करने पाए. മൗനമായിരിക്കാതെ വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. शांत न रहे, हम मुंह को खोलकर प्रभु की स्तुति करें. സ്തുതിച്ചാട്ടെ. प्रभु की स्तुति സത്വമേറ്റ് करें. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരും आवाज उठा के प्रभु की स्तुति करें. ആത്മസാന്നിധ്യം ഇപ്പോൾ തന്നെ നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. परमेश्वर की उपस्थिति यहाँ पर है. किसी को आपके ऊपर हाथ रखने की जरूरत नहीं. उसकी आत्मा के उस अनुभव में आगे बढ़े. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യ ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. और जिन्होंने अभिषेक पाया है वो अन्य എല്ലാവരും भाषाओं में സ്തുതിച്ചാട്ടെ. प्रभु की स्तुति करें. രക്തത്താൽ ശൈഡാരാബ ഹംദാരാജ വൈഡാമാന അസ്കവരാജ ധൂരാജാല വൈഡാമാന ശീധര. എല്ലാവരും ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. स्तुति करें, കരങ്ങളൊന്ന് धन्यवाद തട്ടി, करें. കരങ്ങളൊന്ന് तालियों को തട്ടി बजाते हुए प्रभु ദൈവത്തിന് की ഒരു महिमा മഹത്വം करें. കൊടുത്താട്ടെ. ഇന്ന് രാത്രി ആ രണ്ട് കരകൾ ചേർത്തടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം.